ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എയർ കൂളറാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എയർ കൂളറാണിത്. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഫാൻ വേണം. പിന്നെ അതിന് ശേഷം ഒരു സ്വിച്ച് വേണം. പിന്നെ അതിന് ശേഷം മോട്ടർ വേണം. അതിന് ശേഷം ബാറ്ററി നമുക്ക് അത്യാവശ്യമാണ്. ഇനി വേണ്ടത് ഒരു ഗ്ലൂ ഗണ്ണാണ്. ഇനി ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി കണക്റ്റിംഗ് വയേഴ്സും ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് ഒരു കൂളർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഒരു DC മോട്ടറിൽ ബാറ്ററിയുടെ വയർ കണക്ട് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് നോക്കി വെച്ചേക്കണേ. DC മോട്ടറുമായി ഫാൻ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന് ശേഷം ഇതുപോലെ ഒരു കമ്പിയോ വല്ലോ വെച്ച് ഈ ഒരു കമ്പി ചൂടാക്കിയതിന് ശേഷം ഈ പാത്രത്തിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഇടുക. ഒരു കാരണവശാലും കുട്ടികൾ നിങ്ങളത് ചെയ്യല്ലേ, വലിയവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം. ഈ അടപ്പിൻ്റെ നടുഭാഗത്തേക്ക് ഉള്ള ഹോളിലേക്ക് ഈ ഒരു DC മോട്ടർ ഇറക്കി വെക്കണം. ഇതിന് ശേഷം ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഈ മോട്ടർ അവിടെ ഒട്ടിച്ച് വെക്കണം. ഇങ്ങനെയാണ് മോട്ടറിലേക്ക് ബാറ്ററിയും സ്വിച്ചും കണക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ ഇതുപോലെ കറങ്ങും. ഞാൻ സെലോ ടേപ്പ് വെച്ച് ഈ ബാറ്ററിയും ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ സ്വിച്ചും ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം മുതിർന്നവരെ കൊണ്ട് ഒരു ഹോൾ ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ കുപ്പിയോ വെച്ച് ഈ ഒരു ഹോള് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഇതിന് ശേഷം ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഐസ് ക്യൂബ്സ് കൊണ്ട് ഈ ഹോളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കൂളർ റെഡി ആയിരിക്കുന്നു ഗൈസ്. അവസാനം ഫ്രണ്ട്സ്, ഇനി ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ നമ്മുടെ കൂളർ ഇവിടെയോടെ റെഡി ആയിരിക്കുന്നു ഫ്രണ്ട്സ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂളറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പ്രൊജക്റ്റിന് വേണ്ടി ഇത് ഉണ്ടാക്കണം ഗൈസ്. അത്രയും സിമ്പിളാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൂളർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്.